ചില സംഭവങ്ങൾ ഇങ്ങനെയാണല്ലേ, വേറൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് 2 ദിവസം മുമ്പ് ഇങ്ങനെ വിചാരിച്ചിനി ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടാക്കിനി, അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു പഞ്ചാര മാങ്ങ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കുക. അപ്പം ഇതുപോലെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളം കൂടി വെച്ച് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കുക. അത് വേകാനായിട്ട് വെച്ചിട്ടോ. ആ ഒരു സമയത്ത് തേങ്ങയിലിട്ട് നമുക്ക് എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പുളിയുള്ള തൈരും കൂടി വെച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും സംഭവം സെറ്റായി വരുന്നുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യും കൂടി വെച്ച് കൊടുത്ത് കുറച്ച് ശർക്കര ഇതുപോലെ ഇങ്ങനെ അത് ഇട്ട് കൊടുക്കട്ടോ, അല്ലെങ്കിൽ മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. അതിങ്ങനെ ആ തിളച്ച് വരുമ്പോൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിങ്ങനെ ഒന്നും കൂടി തിളച്ച് അടിപൊളിയായിട്ട് ഈ ഒരു മസാലയും ഇതെല്ലാം കൂട്ടിക്കുഴച്ച് വരട്ടോ. ഇതിങ്ങനെ പുറത്തോട്ട് തെറിച്ച് വരും പാകമായി വരുമ്പോൾ. അത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നെയ്യിലാണ് തളിച്ച് വയ്ക്കേണ്ടത്. കടുക്, കുറച്ച് ഉലുവട്ടിന്, കുറച്ച് വറ്റൽമുളക്, ഭംഗിക്കായിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അടിപൊളി മാമ്പഴം പുളിശ്ശേരി തയ്യാറായിട്ടോ. അപ്പം അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കില്ലേ, ഉണ്ടാക്കി നോക്കിട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കി വയ്ക്കാൻ മാത്രം പോരട്ടോ. എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.